എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. അതിനായി 100 ഗ്രാം ഇഞ്ചി, 200 ഗ്രാം ചെറിയ ഉള്ളി, ഇഞ്ചി നല്ലപോലെ വൃത്തിയാക്കി കഴുകി മാറ്റി വയ്ക്കേണ്ടതാണ്. ഇനി നമ്മൾ ചെറിയ ഉള്ളി വൃത്തിയാക്കി മാറ്റി വയ്ക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിയേണ്ടതാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കേണ്ടതാണ്. ഇഞ്ചിയും ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതിന് ശേഷം പാൻ എടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ഫ്രൈ ചെയ്യാൻ വെക്കേണ്ടതാണ്. ഈ രൂപത്തിൽ ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. എല്ലാം കോരിയെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി ഫ്രൈ ആക്കാൻ ഇടേണ്ടതാണ്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ആക്കിയതിന് ശേഷം കോരി മാറ്റേണ്ടതാണ്. ഇനി നമ്മൾ മസാല വറുക്കാനായിട്ട് എടുക്കേണ്ടതാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടേണ്ടതാണ്. നല്ലപോലെ വറുത്തതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ഇടേണ്ടതാണ്. അതും ഇട്ട് നല്ലപോലെ വറുത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വറുത്ത് എടുക്കേണ്ടതാണ്. ഈ ഒരു കളറാവുന്നവരെ വറുത്ത് എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് അരപ്പിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായി നേരത്തെ പൊരിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി, ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അരച്ച് എടുക്കേണ്ടതാണ്. ഈ ഒരു പരുവമാകുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട്, പിന്നെ 1 കഷ്ണം പുളി ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ച് എടുക്കേണ്ടതാണ്. ഏകദേശം ഈ പരുവാകുന്നവരെ അരച്ചെടുക്കേണ്ടതാണ്. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് പാത്രം ഒന്ന് ചൂടായതിന് ശേഷം നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഒഴിക്കേണ്ടതാണ്. നമ്മൾ ആ അരപ്പ് ഒന്ന് തിക്കാവുന്നവരെ ഇളക്കി കൊടുക്കേണ്ടതാണ്. ആവശ്യത്തിന് ഉപ്പ് ഇടേണ്ടതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ശർക്കര അരിഞ്ഞ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കേണ്ടതാണ്. ഈ ഒരു തിക്ക് ഗ്രേവി ആവുന്നവരെ ഇളക്കി കൊടുക്കേണ്ടതാണ്.
ഇനി നമുക്ക് താളിക്കാം. അതിനായി 3 ചെറിയ ഉള്ളി, 2 കഷ്ണം പിരിയമുളക്, കരിവേപ്പില എടുത്ത് മാറ്റി വയ്ക്കേണ്ടതാണ്. അതിനുശേഷം പാൻ എടുത്ത് വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ ഇടേണ്ടതാണ്. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടേണ്ടതാണ്. ചെറിയ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 2 കഷ്ണം പിരിയമുളക് ഒന്ന് മുറിച്ച് ഇടേണ്ടതാണ്. ഒന്ന് വഴണ്ടിയതിന് ശേഷം കരിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിക്കറിയിലോട്ട് ഇടേണ്ടതാണ്. അതിനുശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ്. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോസിനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.